ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ വീഡിയോ ഇല്ലാഞ്ഞ വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഫോണിന് എന്തോ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തന്നെ ഓഫാവും. പിന്നെ തുറന്നെടുക്കാൻ ഇച്ചിരി പാടാം. പിന്നെ സ്ക്രീനിൽ അമുക്കി പിടിച്ച് ഞാൻ ഓൺ ആവത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും വോയിസ് ഒക്കെ കേൾക്കുവാണെങ്കിൽ അത് തന്നെ ഓഫായി പോകും. പിന്നെ ഒരു 10-15 മിനിറ്റ് അത് ഓൺ ആവത്തില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ അത് തന്നെ ഓഫായി പോകുന്നുണ്ട്. പിന്നെ നല്ല നല്ല ക്ലിപ്പൊന്നും എനിക്ക് കിട്ടാറുമില്ല. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസം ഫോണിനകത്തുള്ള എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി നോക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ശരിയായിട്ടുണ്ട്. ഇനി എത്ര ദിവസത്തേനെ ഒന്നും അറിയത്തില്ല കേട്ടോ. അതാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ സ്കൂൾ അവധിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്രസയിൽ ഇപ്പോൾ നബിയത്തിൻ്റെ നല്ല റിഹേഴ്സലും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ പിള്ളേർക്ക് പോകണം. ഇന്നോട്ട് അവധി ഇട്ടിട്ടുണ്ട്. ഇത്ര ദിവസം അവധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി പിന്നെ നബിദിനത്തിന് പോയാൽ മതി. എന്നാലും റിഹേഴ്സലും കാര്യമൊക്കെ കറക്റ്റായിട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇച്ച കുറേ എന്തിനൊക്കെയോ ചേർന്നിട്ടുണ്ട്. എല്ലാത്തിലും ചേർന്നപ്പോൾ ഞാൻ ചോദിച്ചതൊക്കെ നിനക്ക് പറയാൻ പറ്റുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യമാണ് എല്ലാത്തിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാത്തിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പച്ചിക്ക് വയ്യാതിരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിള്ളേർ ഇതിൻ്റെ സമയത്തൊക്കെ വീട്ടിലായിരുന്നു കേട്ടോ. ആ പരിപാടിയുടെ അന്നാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷേ ഇച്ചു വന്ന് നല്ല പനിയൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. അതിന് മുന്നത്തെ വർഷമൊക്കെ ഇച്ചു നല്ലപോലെ എല്ലാത്തിനും ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താവും അറിയത്തില്ല. അങ്ങനെ മക്കളൊക്കെ അതിൻ്റെ പുറകെ നടക്കും. ഇപ്പോൾ തോരണൊക്കെ കെട്ടാനുള്ള തിരക്കിലൊക്കെ ആയിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിക്കൊന്നും ആക്കാത്തതുകൊണ്ട് ഞാൻ ഇച്ചുവിനെ വേഗം കടയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. മാഗി കുറച്ച് മേടിച്ചുകൊണ്ട് വന്നു പറഞ്ഞിട്ട്. മാഗി അങ്ങനെ എപ്പോഴും ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഒത്തിരി മേടിച്ച് കൊടുക്കാറുള്ളേ. പിന്നെ അവന്മാർ സ്കൂളിൽ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ മേടിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവന്മാരെല്ലാം വന്ന് കഴിയുമ്പോൾ മാഗി ഞാൻ വേഗം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനി വെറുതെ എണ്ണയിലൊന്ന് ഇട്ട് പൊടികളൊക്കെ ഇട്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. വലിയ ഇതിലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. സത്യം എനിക്ക് വലിയ ഇതിൽ ഉണ്ടാക്കാനും അറിയത്തില്ല. അപ്പോൾ ആദ്യം പിള്ളേർ ഞാൻ വെള്ളത്തിനകത്തിട്ട് പൊടികളെല്ലാം എടുത്ത് തിളപ്പിച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കുകയാണ്. പിള്ളേർ ആദ്യം അങ്ങനെ ഞാൻ കഴിക്കാൻ പഠിപ്പിച്ചിരുന്നത്. അത് ഞമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എണ്ണയിലിട്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കഴിയെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ വേഗം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ വാതിലിനോട് ഒരാൾ എത്തി നോക്കിയിട്ട് വന്ന് പോകുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ കാക്ക മനുഷ്യനെ കണ്ട് ഞാൻ ഏരിയയിലോട്ട് പോലും വരത്തില്ല. ഇപ്പോൾ കാക്കക്ക് ആ ഒരു പേടിയേ ഇല്ല കേട്ടോ. നമ്മുടെ ഈ പൈപ്പിൻ്റെ ഇവിടെ വരെ ഇടയ്ക്ക് വന്ന് നോക്കാണ്ട്. പാത്തു കാണുന്നേ ഓടിക്കണ്ട. പാത്തു എന്നെപ്പോലെ മൃഗസ്നേഹി ആയതുകൊണ്ട് ഒരെണ്ണത്തിന് അടുത്തോട്ട് അടുപ്പിക്കത്തില്ല കേട്ടോ. കുഞ്ഞു കാക്കമാർ കഴിച്ചപ്പോൾ അവരെ കൂടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും തന്നെ കഴിക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെ വാരി കൊടുത്ത് അങ്ങനെയൊന്നും കഴിക്കത്തൊന്നുമില്ലേ. അവന്മാർ കൂടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലപോലെ കഴിച്ചു കേട്ടോ. വയറൊക്കെ നനഞ്ഞ് സ്ഥിതിക്ക് എല്ലാം അവിടെ നിന്ന് ഇറങ്ങി പോകട്ടോ. ഇനിയിപ്പോൾ ഞാൻ മറ്റേ തോരനൊക്കെ കിട്ടുന്നതുകൊണ്ട് ഒക്കെ അതിൻ്റെ മൂഡിലായിരിക്കട്ടോ. കാരണം പിള്ളേർക്ക് ഇതുപോലൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആവേശം കൂടുതൽ. പിന്നെ അവധിയൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാരന്മാരൊക്കെ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം പിന്നെ സ്കൂൾ അവധി ആയാലും എനിക്ക് പോകാനൊന്നും പറ്റത്തില്ല. പിച്ചുമ്മച്ചൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പോക്ക് നടക്കത്തില്ല കേട്ടോ. അങ്ങനെ പാത്രം തേരെല്ലാം കഴിഞ്ഞ് ഞാൻ വെയിൽ കണ്ടപ്പോൾ തുണിയെല്ലാം എടുത്തിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എടുത്തിടാൻ വേണ്ടി നോക്കിയപ്പോൾ കുറേ നേരം ഇങ്ങനെ തുണി പിടിച്ച് നോക്കിയിരുന്നു. ചെറിയ രീതിയിൽ ഇങ്ങനെ മൂടി കെട്ടി വരുന്നുണ്ടായിരുന്നേ. അതൊന്നും നോക്കിയില്ല. എന്നാലും ആ മൂടലിൻ്റെ ഇടയ്ക്കൂടെ നല്ല വെയിൽ കാണുമ്പോൾ എടുത്തിടുകയും ചെയ്യട്ടെ. അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. തലേന്നേ ഞാൻ കഴുകിയിടേ. അപ്പോൾ ആകുമ്പോൾ നേരം വെളുക്കുമ്പോൾ ഇതുപോലെ വെയിൽ വരുന്നതനുസരിച്ച് പോയി എടുത്തിടാലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിയിട്ടുണ്ട്. പിള്ളേർ യൂണിഫോം ഞാൻ ഇന്നാണ് കേട്ടോ കഴിയിട്ട്. ഇന്നലെയാണ് കഴിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വെയിൽ വന്ന് പശയെല്ലാം മുക്കിയിട്ട് കഴുകാന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം വിരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റിൽ ആ കയ്യാലയിൽ എൻ്റെ ഫോൺ കൊണ്ടുവച്ചിട്ട് ഞാൻ നോക്കിയില്ലെങ്കിൽ താഴോട്ട് പോയേനെ. ഇനി അവിടെ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ അവധി തീരുന്നവരെ ഈ ഒച്ചയും വിളക്ക് എന്തായാലും നിർബന്ധം. പക്ഷേ അത് കഴിഞ്ഞ് പിള്ളേർ പോയി കഴിയുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. വീട്ടിൽ ആരും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പാത്തുവിന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇക്കക്കന്മാരുടെ കൂടെ താഴോട്ടൊക്കെ പോക്കാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീയെല്ലാം കെട്ടുപോയി. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഊതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് ഞാൻ ഏറെക്കുറെ പണിയൊക്കെ തീർത്തിട്ടേ ഇതിൻ്റെ പുറകെ നിൽക്കാറുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെന്ത് പോകും. നമ്മൾ റേഷൻ വേവുന്ന പോലെ വെന്ത് പോയിട്ടുള്ളൂ. പിന്നെ പിള്ളേർക്ക് സ്കൂളുള്ള സമയത്ത് ഈ അരി ഇടുന്നത് നല്ല സുഖമാണ്. കാരണം നമ്മളിപ്പോൾ വൈകി എണീറ്റെന്ന് പറഞ്ഞാലും പെട്ടെന്നായി കിട്ടിക്കോളും. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒച്ചയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ആവുന്നുണ്ടാവേ. അപ്പം ഇപ്പുറത്തും കൂടെ തുണിയെല്ലാം കൊണ്ടിട്ടുണ്ട്. ഈ പടുതാടെ മുകളിലൊക്കെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ചെറുതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മളിങ്ങനെ പത്തിരി മറിച്ചിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഉണങ്ങി കിട്ടാറുണ്ട്. അപ്പോൾ അപ്പുറത്തുള്ള താത്താനടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ വർത്താനം പറയാൻ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുരിങ്ങയില കണ്ടപ്പോൾ ഞാൻ ബസ്സിനടുത്ത് പറഞ്ഞു മുരിങ്ങയില പറിച്ചുകൊണ്ട് വരാനായിട്ട്. ഇന്നലെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടായി ഇന്ന് പരിപ്പും മുരിങ്ങയിലും വെക്കണം. അതുകൊണ്ടാണ് വേഗം രാവിലെ തന്നെ ഇച്ചുവിനെ കടയിൽ വിട്ടപ്പോൾ ആ കൂട്ടത്തിൽ പരിപ്പും കൂടെ ഞാൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് പറിക്കാൻ ഇവിടുന്ന് ഇറങ്ങാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് കാല് കുത്തുന്നത് അങ്ങോട്ട് ഇറങ്ങാം. ഇതിപ്പോൾ പിന്നെ നല്ല പൊക്കി കെട്ടിയിട്ടുള്ളതുകൊണ്ട് അപ്പുറത്തൂടെ വേണം ഇറങ്ങാനായിട്ട്. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും ചാടി കുതിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചിറങ്ങാറുണ്ട് കേട്ടോ. നമ്മൾ കെട്ടിയ കയ്യാലല്ല കേട്ടോ. അപ്പുറത്ത് ആ പറമ്പിൻ്റെ ഒരു ഓണറുണ്ട്. ആൾ കെട്ടിയതാണ്. ഇത് മൊത്തം ഫുള്ള് റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഒരു നടക്കാനുള്ള വഴി പോലെയുണ്ട്. എന്നാൽ ആൾക്കാർക്ക് അങ്ങോട്ട് കൂടെ ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടാന്നുള്ളൂ. അങ്ങനെ വർത്താനം പറിച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് മുരിങ്ങയില നന്നാക്കാൻ എടുക്കാനായിട്ട്. അപ്പോൾ പരിപ്പ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം മേടിച്ച് വെക്കാറുള്ളേ. കറിയപ്പോൾ ഇന്നലത്തെ ചൂരക്കറി കുറച്ച് ഇരിപ്പുണ്ട്. ഇക്കാക്ക് തൽക്കാലം അത് മതി. പിന്നെ മുരിങ്ങയില വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടം. ഉപ്പ പിന്നെ ഞാൻ പറഞ്ഞു കൂടുതലും കഞ്ഞി ആയതുകൊണ്ട് ഉപ്പ അങ്ങനെ ഇന്ന കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കോഴി മേടിച്ചാൽ ഉപ്പ അതിൻ്റെ ചാറായിരിക്കില്ല ഒരു കഷ്ണമൊക്കെ കൂട്ടും. മീൻ കറി ആണെങ്കിൽ പോലും ഒറ്റൊരു കഷ്ണമൊക്കെ കൂട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുക്കളപ്പണി എന്തായിരുന്നു പിന്നെ
പിന്നെയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. വേറെ ഒന്നുമില്ല, അത് ആളെ കിട്ടിയിട്ടില്ല കേട്ടോ, മേശ്രീനെ കിട്ടിയിട്ടില്ല. മേശ്രീക്ക് അവർ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. നമ്മളടുത്ത് എങ്ങാനും അന്വേഷിക്കും, നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാനൊന്നുമില്ല, പരിചയക്കാരും ഇല്ലല്ലോ. ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ നമുക്കൊന്നും അറിയത്തില്ല. ഒരു പെയിൻ്റൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ കേട്ടോ നമുക്ക് ഈ പെയിൻ്റ് അടിക്കാനൊക്കെ ആൾ വന്നതും അങ്ങനെ ഒരു തീരുമാനമായതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ കിടന്നാൽ പേരെ നമുക്കൊന്ന് കാണുമ്പോൾ ഒരു വൃത്തി തോന്നിക്കുന്നതിന് അത്രയും തന്നെ ആക്കി തന്നതിന് വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ അടുപ്പിൻ്റെ നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, ഇപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതിലാണ്. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെ ചെയ്തു പറഞ്ഞാൽ ഇത്ര മഴക്കാലമായി നമുക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം ഈ മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ട്, ഓരോരുത്തർക്ക് വെള്ളം കയറിയിട്ട് ഒത്തിരി പാടാണ്. നമുക്ക് വെള്ളം ഇല്ലാത്ത നല്ല ബുദ്ധിമുട്ടാണ്. പൈപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മതി, വെള്ളം അതിനകത്തില്ല. നമ്മൾ മഴവെള്ളം അടിയിൽ നിന്ന് ഇങ്ങനെ 2 തുണി വെച്ച് അരിച്ചെടുത്തിട്ടാട്ടോ കുളിക്കാനും ബാത്റൂമിലും അലക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എടുക്കുന്നത്. അത്രയ്ക്ക് വെള്ളം ഇല്ലാതെ നമുക്ക് അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ട് ഇനിയിപ്പോൾ വണ്ടി അങ്ങനെ വരത്തില്ല. ഇങ്ങോട്ടുള്ള റോഡ് ഭയങ്കര കുത്തന്നെ റോഡാണ്. ഇപ്പോൾ 2000 ലിറ്റർ വെള്ളമൊക്കെ വെച്ച് ആൾ വരുമ്പോൾ ആൾക്കും പേടിയാണ് വരാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിന് അങ്ങനെ ആരും വിളിക്കുന്നില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ട് ഓർക്കുമ്പോഴൊന്നും മാറണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക, പക്ഷെ മാറാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അതാണ് ഇങ്ങനെ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വഴി ആവുമായിരിക്കും എന്ന് ഓർക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാത്രം നന്നാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. ഞാനപ്പോൾ ഒരേ ഇതളായിട്ട് വലിച്ചെടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഊരിയെടുത്തിട്ട് കൈകൊണ്ട് പിച്ചി അങ്ങ് ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം ആക്കിയെടുത്ത് അതും വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ തുണി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ മൂടി കെട്ടി വന്ന ചെറിയ രീതിയിൽ എന്നാൽ വെയിലും തെളിഞ്ഞ് ചാർന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ തുണിയെല്ലാം വാരി അകത്തേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഉദിച്ച വെയിലായിരുന്നു. അപ്പോൾ അസൽ അപ്ലൈ പറഞ്ഞു എടുക്കണ്ട, നല്ല വെയിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പെരയ്ക്കകത്തതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനതെല്ലാം തിണ്ണയിലോട്ട് വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ പണീൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരേ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിനകത്ത് പാലുണ്ടായിരുന്നു, പാലും കണ്ട് പൊട്ടി രാത്രി നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലെല്ലാം ഒലിച്ചിറങ്ങി ആകപ്പാടെ ഭയങ്കര ഒരു വഴുവഴുപ്പ് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കഴിഞ്ഞ് അതൊന്ന് വൃത്തിയാക്കാൻ ഇറങ്ങണേ. പാത്തുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജെല്ലാം തുറന്ന് അതിൻ്റെ മണ്ടയിലൊക്കെ ചവിട്ടി കയറി കൂടുതൽ ഓഫ് ചെയ്തിടുന്നത്. അവളങ്ങനെ കയറുന്നിടത്താണ് നമ്മൾ വേഗം ഓഫ് ചെയ്തിടാൻ ടൈം ഷോക്ക് വരുന്നുള്ളതുകൊണ്ട് പേടിയാണ് കേട്ടോ. കാരണം അതിൻ്റെ മറ്റേ സാധനമൊക്കെ അങ്ങനെ തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് വേഗം നന്നാക്കി എടുക്കുക. ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ കണ്ടപ്പോൾ കിടക്കുന്നുണ്ടപ്പോൾ എന്തോ പോലെ വെയിലൊന്ന് തെളിഞ്ഞപ്പോഴേക്കും നല്ല ഈർപ്പം കയറിയിട്ടുണ്ടായിരുന്നേ. ആ ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്നൊക്കെ വെള്ളം കൂടെ ഒലിച്ചിറങ്ങി ഫ്രിഡ്ജ് നല്ല ഓവറായിട്ട് തണുപ്പാവുന്നുണ്ട്, കട്ടയാവുന്നുണ്ട്. അപ്പോൾ ആ ഐസ് കട്ടെല്ലാം ഉരുകി ഇങ്ങനെ മൊത്തം വെള്ളമായിട്ടുണ്ടായി നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് പാത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ വഴുവഴുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, വേഗം ഫ്രിഡ്ജെല്ലാം വൃത്തിയാക്കി എടുക്കുക. ഫ്രിഡ്ജ് എന്തായാലും ഓഫായി കിടക്കുകയാണ്, കട്ടയായിട്ടും ഇല്ല. അപ്പോൾ പിന്നെ വേഗം എല്ലാം ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്നായിക്കോളും. പിന്നെ ഇതിൻ്റെ ഡോറ് വലുതായിട്ടൊന്നും അടയത്തൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ വെറുതെ ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നല്ല, അത് അങ്ങനെ അടയത്തൊന്നുമില്ല. അപ്പോൾ മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ KSEB വേറെ ആർക്കും കൊടുക്കാത്തൊരു ബോണസ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് തന്നിട്ടുണ്ട്, കറണ്ട് ബില്ല്. എന്ത് ഉണ്ടായിട്ടാണെന്ന് അറിയത്തില്ല. നമുക്കിവിടെ ഒരുപാട് 3000-ന് മേളിലാട്ടോ കറണ്ട് ബില്ല് വരുന്നത് ഓരോ മാസവും. കൂടുതൽ നമ്മളടുത്ത് ഫ്രിഡ്ജും പിന്നെ വയറിങ്ങൊക്കെ ഒത്തിരി പഴക്കമുള്ള വയറിങ്ങാണ് കേട്ടോ, അതിൻ്റെ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ KSEBക്കാർ പണക്കാരാവും, നമ്മൾ പാപ്പരായിക്കൊണ്ടിരിക്കും. അതുപോലെ കറണ്ട് ബില്ലാട്ടോ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് തുടച്ച് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പൊട്ട മണം വരും നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുമ്പോൾ, അതിന് വേണ്ടിയാണ് തുറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കിയെല്ലാം സാധനങ്ങൾ വേഗം കഴുകിയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നിലത്തൊക്കെ ആകെ ചെളിപ്പിളിയായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം വെള്ളം വരുന്ന സമയത്ത് ഒന്ന് അടുക്കള വൃത്തിയാക്കിയിടണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേണ്ട. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുക്കള ഇങ്ങനെ ഓരോന്നിങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും തുടങ്ങുകയും ചെയ്ത് നിർത്താനും പറ്റത്തില്ലാത്ത അവസ്ഥയായി പോയി. ഇനിയിപ്പോൾ എന്തായാലും നിർത്തി പോകാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് സടപുടമെന്ന് ചെയ്ത് തീർക്കുകയാണ്. ചോറും കറിയൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് കുറേയൊക്കെ ആശ്വാസമായിട്ടുണ്ട് കേട്ടോ. ഇല്ല ഇത് കഴിഞ്ഞ് ചോറും കറിയും വെക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. കാരണം അതുപോലെ അടുക്കള ഞാൻ ഞങ്ങൾ കാണിക്കാത്തതാണ്, അത്രയ്ക്ക് ആകെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കാനുണ്ട്. അപ്പോൾ അടിച്ചു വരണേ തന്നെ ആ വെള്ളം എല്ലാം തുടച്ച് കളഞ്ഞിട്ട് അടിച്ചു വരാൻ പറ്റത്തുള്ളേ. അങ്ങനെ ഫ്രിഡ്ജിനകത്തുള്ള പച്ചമുളകും തക്കാളിയൊക്കെ പാല് വീണ് കിടക്കുമായിരുന്നു, അതെല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജുമായിട്ടുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ വൃത്തിയാക്കി വേഗം ഒന്ന് അടിച്ചു വരി കഴിഞ്ഞാൽ സമാധാനമായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാത്തു ഒരേ പണിയും കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ പാത്തുവിനെ ഞാൻ ഓടിച്ചുകൊണ്ട് എനിക്ക് ഈ ഷാളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് പണീൻ്റെ ഇടയിൽ ഷാളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, ഭ്രാന്ത് പിടിക്കുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഷാൾ ഇടാറുള്ളൂ. ഇതിൽ കാണുന്ന സ്പീഡൊന്നും നമുക്ക് പണിക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പതുക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്, പെട്ടെന്ന് പണി തീർക്കുന്നു. പക്ഷേ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടത്തെയും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടിച്ചു വരാൻ വേണ്ടി കിടക്കുകയാണ് കേട്ടോ. അടിച്ചു വരലും കൂടെ കഴിഞ്ഞാൽ അടുക്കളയത്തെ പണി തീരും, ഹാളിലത്തെയും ബാക്കി റൂമുകളിലൊക്കെ പണി കിടക്കുകയാണ്. അതൊന്നും പിന്നെ എനിക്ക് ഇത്രയും വിഷയമില്ല. ഏറ്റവും കൂടുതൽ പണി വെച്ചാൽ ഞങ്ങൾ ഈ റൂമും അടുക്കളയും മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പണി. ബാക്കിയൊന്നും എനിക്കങ്ങനെ ബുദ്ധിമുട്ടും കാര്യമൊന്നും. ഞങ്ങളുടെ റൂമിൽ വെച്ചാൽ പിള്ളേർ തുണിയും ബാഗും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരിക്കൊണ്ട് പുതപ്പും തലേണൊക്കെ 4 ഭാഗത്ത് പാത്തുവിൻ്റെ വക ചെയ്യുന്നത് അതാണ്. ഇത്രയും പണി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരെടുത്ത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒച്ചയിടാൻ നിൽക്കാറൊന്നുമില്ല കേട്ടോ. എന്തായാലും എപ്പോഴും ഉണ്ടാവും, ഒരേ ദിവസം പണിയില്ലാതിരിക്കുന്ന, ഒരു ദിവസം പോലും പണിയില്ലാത്തത് ഉണ്ടാവില്ല.
ഇതിനിടയ്ക്ക് പാത്തുവിന് പട്ടുപാടൊക്കെ തയ്ക്കണമെന്നിട്ട് കുറേ ദിവസം പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനിയത്തി തന്നതാണ് അവൾക്ക്. പട്ടുപാവാട തയ്ക്കാൻ പറ്റുന്ന സൈസ് തുണിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അവൾക്കാകുമ്പോൾ അധികം തുണിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തയ്ക്കലൊന്നും വെട്ടലൊന്നും ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. പുതിയ കുട്ടിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീട്ടിൽ പിന്നെ കാണാം. ബൈ ടാറ്റാ.